Hello dear students, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മ്യൂടെക്സ് ലോക്സിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ഹാർഡ്വെയർ ബേസ്ഡ് സിങ്ക്രണൈസേഷൻ സൊല്യൂഷൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ടെസ്റ്റ് ആൻഡ് സെറ്റ് ആൻഡ് കമ്പയർ ആൻഡ് സ്വാപ്പ്. അപ്പം അതിലെല്ലാം നമ്മൾ മ്യൂടെക്സ് ക്രിട്ടിക്കൽ സെക്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് ലോക്സ് ആണ് അല്ലേ. അപ്പം ഈ ഒരു ഹാർഡ്വെയർ ബേസ്ഡ് സൊല്യൂഷൻസ് ദേ ആർ കോംപ്ലിക്കേറ്റഡ് ആസ് വെൽ ആസ് ജനറലി ഇന്നാക്സസിബിൾ ടു ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് ഈ മ്യൂടെക്സ് ലോക്ക് അതുകൊണ്ട് നമ്മൾ വേറൊരു OS ഡിസൈനേഴ്സ് എന്ത് ചെയ്തു, ദേ ബിൽഡ് സോഫ്റ്റ്വെയർ ടൂൾസ് ടു സോൾവ് ദ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ആ ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് നമ്മളിപ്പം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഇസ് മ്യൂടെക്സ് ലോക്ക്. നമുക്ക് പറയാം മ്യൂടെക്സ് ലോക്കിനെ നമ്മുടെ മ്യൂടെക്സ് ലോക്ക് എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് ഇതിൽ നിന്നും കോയിൻ ചെയ്തൂടെ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ആ വേർഡിൽ നിന്ന് എനിക്ക് കോയിൻ ചെയ്യാം അല്ലേ, മ്യൂടെക്സ്, MUTEX. ഓക്കെ, സോ use this mutex lock to protect critical regions and thus prevent race condition. അപ്പം നമുക്ക് ഈ ഒരു മ്യൂടെക്സ് ലോക്ക് വെച്ചിട്ടാണ് ക്രിട്ടിക്കൽ സൊല്യൂഷൻ, ഈ ഒരു സോഫ്റ്റ്വെയർ ടൂൾ വെച്ചിട്ടാണ് ക്രിട്ടിക്കൽ സെഷനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രിവെൻറ്റിങ് ദ റേസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെയാണ്, നമ്മൾ നേരത്തെ കുറച്ച് റിലേറ്റഡ് ആണ് കേട്ടോ. എങ്ങനെയാണ് ഇവിടെയും എന്താണ്, ബിഫോർ എൻട്രിങ് ദി ക്രിട്ടിക്കൽ സെഷൻ ഇറ്റ് മസ്റ്റ് അക്വയർ ദ lock acquire ചെയ്യണം. If the lock is free only, it can acquire the lock and enters and executes in its critical session. After executing the critical session, it must release the lock and make available to another process. Okay, അപ്പം ഇവിടെ നിങ്ങൾക്കുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ട് ഫംഗ്ഷൻ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇസ് അക്വയർ ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ ഇസ് റിലീസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു മ്യൂടെക്സ് ലോക്ക് ഇറ്റ് ഹാസ് എ ബൂളിയൻ വേരിയബിൾ കോൾഡ് അവൈലബിൾ എന്ന് പറഞ്ഞൊരു ബൂളിയൻ വേരിയബിൾ ഉണ്ട്. ബൂളിയൻ വേരിയബിൾ മീൻസ് ഇറ്റ് ക്യാൻ ഹോൾഡ് ഐദർ ട്രൂ ഓർ ഫോൾസ്. അപ്പം അവൈലബിൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ട്രൂ ഓർ ഫോൾസ് മീൻസ് വാട്ട്, ഇഫ് ദ ലോക്ക് ഈസ് അവൈലബിൾ ഓർ നോട്ട് അവൈലബിൾ. ഓക്കെ, അപ്പോൾ ലോക്ക് അവൈലബിൾ ആണെങ്കിൽ acquire function വെച്ചിട്ട് ആ acquire function call to acquire function succeeds and the lock is then considered unavailable means false ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ലോക്ക് അവൈലബിൾ ആണെങ്കിൽ it means ഇപ്പോൾ ലോക്ക് അവൈലബിൾ ആണെങ്കിൽ okay, if the lock is available then the call to acquire function succeeds and the lock is considered as unavailable. അതായത് നമുക്കിപ്പോൾ ലോക്ക് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അതിനെ അക്വയർ ചെയ്തിട്ട് അതിൻ്റെ ലോക്കിൻ്റെ വാല്യൂ എന്ത് ഫോൾസ് ആക്കി 0 ആക്കി സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അവൈലബിളിൻ്റെ വാല്യൂ ഇനിഷ്യലി 1 മീൻസ് വാട്ട്, അവൈലബിളിൻ്റെ വാല്യൂ ഇനിഷ്യലി 1 മീൻസ് ദ ലോക്ക് ഇസ് ഫ്രീ അല്ലേ. എന്നിട്ട് എന്ത് വയ്ക്കും, ആ പ്രോസസ്സ് ആ ലോക്കിനെ അക്വയർ ചെയ്തിട്ട് ആൻഡ് സെറ്റ് ദ അവൈലബിൾ വാല്യൂ ടു 0. എന്നിട്ട് എന്താക്കി സെറ്റ് ചെയ്യും, ഇതിനെ 1 എന്നുള്ള എന്താക്കി സെറ്റ് ചെയ്യും, 0 ആക്കി സെറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് ഒരു പ്രോസസ്സ്. അപ്പോൾ നമുക്കൊരു നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. സോ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എ പ്രോസസ് ദാറ്റ് അറ്റംപ്റ്റ്സ് ടു അക്വയർ ആൻ അൺഅവൈലബിൾ ലോക്ക് എന്ന് വെച്ചാൽ അവൈലബിൾ ആവാത്തൊരു ലോക്കിനെ അക്വയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ് അൺടിൽ ദ ലോക്ക് ഇസ് റിലീസ്ഡ്. ഓക്കെ, സോ ഒരു പ്രോസസ്സ് അൺഅവൈലബിൾ ആയിട്ടുള്ള ലോക്കിനെ അക്വയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും അൺടിൽ ദ ലോക്ക് ഈസ് റിലീസ്ഡ്. ലോക്ക് റിലീസ്ഡ് ആകുന്നത് വരെ എന്ത് പറ്റും, ഈ ഒരു പ്രോസസ്സ് അൺഅവൈലബിൾ ആയിട്ടുള്ള ലോക്കിനെ അക്വയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിലുണ്ട്. അതിനെ നമ്മൾ ബിസി വെയിറ്റിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ലോക്ക് ഇപ്പോൾ പ്രോസസ്സ് അക്വയർ ചെയ്യാൻ വിജയിച്ചു, അങ്ങനെ അക്വയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു അൺഅവൈലബിൾ ലോക്കിനെ അക്വയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അൺടിൽ ദ ലോക്ക് ഇസ് റിലീസ്ഡ്. അൺഅവൈലബിൾ മീൻസ് അനദർ പ്രോസസ് ഇസ് യൂസിങ് ദാറ്റ് ലോക്ക് അല്ലെ, വേറൊരു പ്രോസസ്സ് ആ ലോക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് എക്സിക്യൂട്ടിങ് ക്രിട്ടിക്കൽ സെക്ഷൻ. ഈ വേറൊരു പ്രോസസ്സ് ഇത് അറിയാതെ അക്വയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഏതാണ് ബ്ലോക്ക്ഡ് ചെയ്യും അല്ലേ, ബ്ലോക്ക്ഡ് ആക്കും. എങ്ങനെ, അണ്ടിൽ ഏത് പ്രോസസ്സാണോ ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രോസസ്സ് ലോക്ക് റിലീസ് ചെയ്യുന്നത് വരെ. ഓക്കെ,
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജനറൽ സ്ട്രക്ചറാണ്, പ്രോസസ്സിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, ആ ഒരു ജനറൽ ടിപ്പിക്കൽ സ്ട്രക്ചർ ഓഫ് എ പ്രോസസ്സാണ് ഇത്. ഡ്യൂ, അക്വയർ ലോക്ക്, ദെൻ ക്രിട്ടിക്കൽ സെഷൻ, ദെൻ റിലീസ് ലോക്ക്, ദെൻ റിമൈൻഡർ സെഷൻ. ഈ അക്വയർ ലോക്ക് ഇറ്റ് ഇസ് എൻട്രി സെഷൻ. ഓക്കെ, entry section, then critical entry section ഉള്ള ആ കോഡ്. വാട്ട് ഈസ് ദ എൻട്രി സെഷൻ? ദ പെർമിഷൻ ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. ആ ഒരു കോഡാണ് നമ്മൾ അക്വയർ ലോക്കിൽ കൊടുക്കുന്നത്. ദെൻ ക്രിട്ടിക്കൽ സെഷൻ, ദെൻ റിലീസ് ലോക്ക് മീൻസ് ഏതാണ്? ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ക്രിട്ടിക്കൽ സെഷൻ, എക്സിറ്റ് സെഷൻ. എക്സിറ്റ് സെഷൻ മീൻസ് ഇത് പ്രോസസ്സാണ് ക്രിട്ടിക്കൽ സെഷനിൽ എക്സിക്യൂട്ട് ചെയ്ത് പുറത്തു വന്നത്. ആ ഒരു സെഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം അത് ആ ഒരു സെഷനാണ് റിലീസ് ലോക്ക് വരുന്നത്. ദെൻ ദ റിമൈൻഡർ സെക്ഷൻ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ അക്വയർ എന്ന് പറഞ്ഞ ആ ഒരു സെഷൻ, ആ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അക്വയറും റിലീസും എന്നുള്ള. അപ്പോൾ അക്വയർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതാണ് അക്വയർ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കേ, വൈൽ നോട്ട് അവൈലബിൾ. ഇപ്പോൾ സപ്പോസ് ഇത് രണ്ട് പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, പ്രോസസ്സ് P1 P2, P1 P2 ആൻഡ് P3 എക്സെട്ര. അപ്പോൾ ഓരോ പ്രോസസ്സിൻ്റെ ജനറൽ സ്ട്രക്ചറാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത് അല്ലേ, PI. അപ്പോൾ ഈ P1ൻ്റെ P1ൻ്റെ സ്ട്രക്ചറാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പം ഇഫ് ദ ഇപ്പോൾ P1 P2 കൂടെ കോപ്പറേറ്റിംഗ് പ്രോസസ്സാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇനിഷ്യലി ദ വാല്യൂ ഈസ് 1, റൈറ്റ്? ഇനിഷ്യലി ദ വാല്യൂ ഈസ് 1. Initially the lock is free, that is initially the value is 1. That is while not of 1. Okay, while not of 1. While not of 1 means while the value is 0, right? While of 0 means the condition is false. Condition is false and the value of available is false. That means 0. Available the value ഇപ്പം 0 ആണ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യും. കാരണം P1 എന്ത് ചെയ്ത് നോക്കുമ്പോൾ അവൈലബിൾ 1 ആക്കിയിരിക്കുകയാണ്. 1 ആക്കിയിരിക്കാൻ മീൻസ് എന്താണ്? വൈൽ നോട്ട് അവൈലബിൾ. നോട്ട് അവൈലബിൾ മീൻസ് നോട്ട് ഓഫ് 1. നോട്ട് ഓഫ് 1 ഇസ് വാട്ട്? 0. അപ്പോൾ വൈൽ 0 മീൻസ് കണ്ടീഷൻ ഇസ് ഫോൾസ്. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും? കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴത്തേക്കും ആ ഒരു പ്രോസസ് P1 ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യും. ദാറ്റ് ഈസ് എന്നിട്ട് എന്ത് ചെയ്യും? അവൈലബിൾ മീൻസ് അവൈലബിളിനെ ഫോൾസ് ആക്കി, അതായത് അവൈലബിളിൻ്റെ വാല്യൂ 0 ആക്കി ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യും. ഈ ക്രിട്ടിക്കൽ സെഷനിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോസസ് P2, ഇപ്പോൾ സപ്പോസ് പ്രോസസ് P2 എൻ്റർ ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു ലോക്കിനെ അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അക്വയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് അവൈലബിൾ നൗ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് അവൈലബിൾ? അപ്പം ഈ ഒരു സെയിം സ്ട്രക്ചർ ആയിരിക്കുമല്ലോ, ഈ സെയിം സ്ട്രക്ചർ ആയിരിക്കുമല്ലോ നമ്മൾ P2ലും വരുന്നത്. അപ്പം വൈൽ നോട്ട് അവൈലബിൾ. നോട്ട് അവൈലബിൾ മീൻസ് അവൈലബിളിൻ്റെ വാല്യൂ ഇപ്പം കറൻ്റ്ലി എത്രയാണ്? കാരണം P1 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ P1 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കറൻ്റ്ലി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് അവൈലബിൾ ഹിയർ? ഫോൾസ്, ദാറ്റ് ഇസ് 0. അപ്പോൾ വൈൽ നോട്ട് ഓഫ് 0. While not of 0 means while of 1. While of 1 means true. True ആണെങ്കിൽ സെമിക്കോളൻ ആണ്. ആ while നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഇല്ലേ? അതുകൊണ്ടാണ് നേരത്തെ ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞ while a process attempt to access the locked. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു അൺഅവൈലബിൾ ലോക്കിനെ അക്വയർ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും. അണ്ടർ ദ ലോക്ക് ഇസ് ഫ്രീ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ പ്രോസസ് P2, കാരണം വൈൽ ട്രൂ ആണ്, പ്രോസസ് P2 എന്ത് ചെയ്യും? ഈ ബിസി വെയിറ്റിംഗ് ഇത് തന്നെ ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ കാരണം എന്താണ്? പ്രോസസ് P1 ഇസ് ഓൾറെഡി എക്സിക്യൂട്ടിംഗ് ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ P2ന് എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അതിനുശേഷം എന്താ ചെയ്യുന്നത്? ക്രിട്ടിക്കൽ സെഷൻ P1 എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ സെഷനിൽ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അവൈലബിളിൻ്റെ വാല്യൂ എന്താക്കി വെക്കും? 1 ആക്കി വെക്കും. സോ ദാറ്റ് അനദർ പ്രോസസ് ക്യാൻ ആക്സസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, ഇംപ്ലിമെൻറ്റേഷൻ്റെ വർക്കിംഗ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അക്വയർ ലോക്കിൽ അവിടെ അവൈലബിളിൻ്റെ വാല്യൂ ആദ്യം ഇനിഷ്യലി 1 ആയിരിക്കും. അപ്പോൾ 1 ആകുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്റ് നോട്ട് അവൈലബിൾ, ദാറ്റ് മീൻസ് 0 ആണെങ്കിൽ അവൈലബിളിൻ്റെ വാല്യൂ 0 ആക്കി വെച്ച് എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യും. 0 മീൻസ് കറൻ്റ്ലി ദ ലോക്ക് ഇസ് അൺഅവൈലബിൾ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു.
ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് വന്നു. ഇപ്പം ഒരു ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ പ്രോസസ് P2 ഇപ്പം അൺഅവൈലബിൾ ആയിട്ടുള്ള ലോക്കിനെ ആക്സസ് ചെയ്യുമ്പോഴത്തേ എന്ത് ബ്ലോക്ക്ഡ് ആവും. മീൻസ് എന്ത് ചെയ്യും? ബ്ലോക്ക്ഡ് ആവും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ കണ്ടീഷൻ വന്നത്? ഇവിടെ നമുക്ക് എന്ത് കണ്ടീഷനാണ് കിട്ടിയത്? ഇവിടെ എന്ത് കണ്ടീഷനാണ് കിട്ടിയത്? യെസ്, ഇവിടെ നമുക്ക് കിട്ടിയത് 1, വൈൽ ഓഫ് 1. വൈൽ ഓഫ് 1 മീൻസ് ഇങ്ങനെയല്ലേ നമുക്ക് വരുന്നത്? വൈൽ ഓഫ് 1 എന്നിട്ട് സെമി കോളൻ ഇൻഡിക്കേറ്റിംഗ് വാട്ട്? ആ ലൂപ്പിൽ തന്നെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ്ലി ലൂപ്പ് ചെയ്തുകൊണ്ട് അത് ആ ഒരു പേര് നമുക്ക് ബിസി വെയിറ്റിംഗ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ്. That is one of the disadvantage of this mutex lock. That is called mutex lock. Okay, that is one disadvantage. And another one point is this calls to either acquire or release lock must be performed atomically. Means only acquire അല്ലെങ്കിൽ release രണ്ടും ഒരുമിച്ച് നടക്കോ ഇല്ല, അതാണ് atomic operation. Okay, but അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു busy waiting. What is busy waiting? Busy waiting means ഒരു പ്രോസസ് ക്രിട്ടിക്കൽ സെഷൻ ഞാൻ P1 P2 എൻ്റർ ചെയ്യുന്ന കാര്യം ഓർത്താൽ മതി. P1 ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, P2 എന്നെ ആക്സസ് ചെയ്യുന്നു, അൺഅവൈലബിൾ ആയിട്ടുള്ള ലോക്കിനെ ആക്സസ് ചെയ്യുന്നു. അപ്പോൾ അത് ഓർത്താൽ മതി. അപ്പോൾ ബിസി വെയിറ്റിംഗ്. So while a process in its critical session, any other process that tries to enter this critical session must loop continuously in call to acquire. അക്വയറിൻ്റെ കോളിൽ എന്ത് ഈ ക്രിട്ടിക്കൽ സെഷൻ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് മ്യൂടെക്സ് ലോക്കിനെ നമുക്കൊരു പേരിൽ അറിയപ്പെടുന്നു, ദാറ്റ് ഇസ് സ്പിൻ ലോക്ക്. ഓക്കെ, എന്താണ് സ്പിൻ ലോക്ക്? വാട്ട് ഈസ് ദ സ്പിൻ ലോക്ക്? ബിക്കോസ് ദ പ്രോസസ് സ്പിൻസ് while waiting for the lock to become available. ലോക്ക് എപ്പോഴാണ് അവൈലബിൾ ആവുന്നത് അതനുസരിച്ച് ഇങ്ങനെ പ്രോസസ്സ് എന്ത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ലോക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇതിനെ പറയാം സ്പിൻ ലോക്ക് എന്ന് പറയാം. And this continuous looping is clearly a problem in real multi-programming system where ഈ ഒരു സ്പിൻ ലോക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിൽ. കാരണം ഒരു സിംഗിൾ CPU ഷെയർഡ് എമംഗ് മെനി പ്രോസസ്സസ്. മൾട്ടി പ്രോഗ്രാമിംഗ് മീൻസ് വാട്ട്? മൾട്ടിപ്പിൾ പ്രോസസ്സർ ഉണ്ടാവും ബട്ട് എ സിംഗിൾ പ്രോസസ്സർ. ഓക്കെ, സിംഗിൾ CPU ആണ് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് എന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കണ്ടിന്യൂസ് ലൂപ്പിംഗ് എന്ന് പറഞ്ഞ കുറച്ചൊരു പ്രോബ്ലം ആണ്. ഓക്കെ, കാരണം അവിടെ മാത്രമല്ല ഈ ബിസി വെയിറ്റിംഗ് ഇറ്റ് വേസ്റ്റ് ദ CPU സൈക്കിൾസ് ദാറ്റ് സം അതർ പ്രോസസ് മൈറ്റ് ബി ഏബിൾ ടു യൂസ് പ്രൊഡക്റ്റീവ്ലി. അപ്പോൾ ഇത്രയും ഡിസഡ്വാൻറ്റേജ് ബിസി വെയിറ്റിംഗ് എന്താണ് പറയുന്ന CPU സൈക്കിൾസിനെ വേസ്റ്റ് ചെയ്യും. കാരണം ആ ഒരു CPU സൈക്കിളിന് ബാക്കി കുറേ വർക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ബിസി വെയിറ്റിംഗ് ഇറ്റ് വിൽ വേസ്റ്റ് ദ CPU സൈക്കിൾസ്. ഓക്കെ, അത് വേറെ ഏതെങ്കിലും പ്രോസസ്സിന് അത് പ്രൊഡക്റ്റീവ്ലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ഇനി ഞാൻ ഈ മ്യൂടെക്സ് ലോക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിൻ ലോക്ക് കൊണ്ട് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ദ മ്യൂടെക്സ് ലോക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്പിൻ ലോക്ക് ഉണ്ട്. ആ സ്പിൻ ലോക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സ്പിൻ ലോക്കിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഞാൻ ഇപ്പോൾ പറഞ്ഞു, CPU സൈക്കിൾസ് വേസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണ്? കോണ്ടന്റ് സ്വിച്ചിങ്ങിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് no context switch is required when a process must wait on a lock and a context switch may take considerable time. അതായത് കോണ്ടന്റ് സ്വിച്ച് കുറേ ടൈം നമുക്കറിയാം. കോണ്ടന്റ് സ്വിച്ചിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കോണ്ടന്റ് സ്വിച്ചിങ് നമുക്കിവിടെ അവോയ്ഡ് ചെയ്യാം ഈ സ്പിൻ ലോക്ക് ഉള്ളത് കാരണം. ദാറ്റ് ഈസ് ഒരു ലോക്ക് ഇപ്പം ഒരു ഷോർട്ട് ടൈംസിൽ വല്ലതും ആണ് ഹെൽഡ് ചെയ്യുന്നതെങ്കിൽ സ്പിൻ ലോക്സ് ദേ ആർ യൂസ്ഫുൾ. കാരണം കോണ്ടക്ട് സ്വിച്ചിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം കോണ്ടക്ട് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിൽ നിന്ന് CPU അടുത്ത പ്രോസസ്സിലോട്ട് സ്വിച്ച് ചെയ്യണം. ആ ഒരു ഡിലേ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് സ്പിൻ ലോക്സ് ഉള്ളതുകൊണ്ട്. സോ നമുക്ക് എന്ത് പറയാം? മ്യൂടെക്സ് ലോക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സ്പിൻ ലോക്ക്. ഇവിടെ എന്താണ്? നോ കോണ്ടക്ട് സ്വിച്ചസ് റിക്വയർഡ്. സോ ഇത്രയേ ഉള്ളൂ മ്യൂടെക്സ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പം മ്യൂടെക്സ് ലോക്കിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതിൻ്റെ അകത്ത് വരുന്ന ഓർത്ത് വെക്കുക അക്വയർ ഫംഗ്ഷനും റിലീസ് ഫംഗ്ഷനും. അക്വയർ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്നത് വൈൽ നോട്ട് അവൈലബിൾ ബിസി വെയിറ്റ്, ദെൻ അവൈലബിൾ ഫോൾസ് ആക്കി വെക്കും. റിലീസ് ലോക്കിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? അവൈലബിൾ ട്രൂ ആക്കി വെക്കും. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ബിസി വെയിറ്റിങ്ങിൻ്റെ കാര്യം പറയാം, സ്പിൻ ലോക്കിൻ്റെ കേസും പറയാം. അത് ബിസി വെയിറ്റിംഗ് തന്നെയാണ് ഡിസഡ്വാൻറ്റേജും. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് സ്പിൻ ലോക്ക് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നോ കോണ്ടക്ട് സ്വിച്ചസ് റിക്വയർഡ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് മ്യൂടെക്സ് ലോക്കിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, താങ്ക് യു.